ബി.ജെ.പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കുടിവെള്ളത്തിലും രാഷ്ട്രീയം കലർത്തി LDFും UDFും SDP-ഐ പത്തനംതിട്ട കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിലാണ് ഈ സംഭവം. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പഞ്ചായത്തിൽ കുടിവെള്ളം എത്തിക്കാതെ ജല അതോറിറ്റിയും ഇതിന് കൂട്ടുനിൽക്കുകയാണ്. വൈസ് പ്രസിഡന്റ് സ്ഥാനം BJP കൈയാളുന്ന ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ പ്രസിഡന്റ് സ്ഥാനമില്ല. സംഭവത്തിൽ BJP ജനപ്രതിനിധികൾ ജല അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചിരുന്നു. വിവരങ്ങളുമായി സ്ഥലത്ത് നിന്നും ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, നമുക്കറിയാം പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ തവണ SDP-യുമായി ചേർന്ന് ഇടതു വലത് മുന്നണികൾ ഭരണം നടത്തിയിരുന്ന ഗ്രാമപഞ്ചായത്താണ് കോട്ടാങ്ങൽ. അവിടെ ഇത്തവണ BJP-യാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. പക്ഷേ ഇത്തവണയും രാഷ്ട്രീയ കളികൾ കൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആളെ തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വൈസ് പ്രസിഡന്റ് സ്ഥാനം BJP-ക്കുമാണ്. അവിടെ കുടിവെള്ള വിതരണത്തിലാണ് ഇപ്പോൾ ഇവരുടെ കുറുമുന്നണി രൂപം കൊള്ളുന്നത്. കൂടുതൽ വിവരങ്ങൾ ഗോകുൽ. വിനോദ്, കോട്ടാങ്ങൽ പഞ്ചായത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മുമ്പ് വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ SDP-യുടെ ഒരു സാന്നിധ്യം അവർ ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും മാറി മാറിയൊക്കെ പിന്തുണ കൊടുത്തുകൊണ്ട് BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് കോട്ടാങ്ങൽ പഞ്ചായത്ത്. ആ കോട്ടാങ്ങൽ പഞ്ചായത്തിൽ നിലവിൽ പ്രസിഡന്റ് ഇല്ല. അല്ലെങ്കിൽ ആ രീതിയിലുള്ള തർക്കങ്ങളെ തുടർന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നേ ഉള്ളൂ. നിലവിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം BJP-ക്കാണ്. ഒപ്പം ആ രീതിയിൽ അല്ലെങ്കിൽ ആ BJP-യെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ പല രാഷ്ട്രീയ നീക്കങ്ങൾക്കും സാക്ഷിയായിട്ടുള്ളൊരു പഞ്ചായത്ത് കൂടിയിട്ടാണ് ഈ കോട്ടാങ്ങൽ പഞ്ചായത്ത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കുടിവെള്ളത്തിൽ പോലും ഇത്തരത്തിൽ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് BJP-ക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ ഈ ഇടതു വലത് മുന്നണികളും ഒപ്പം SDP-യും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കോട്ടാങ്ങൽ പഞ്ചായത്തിലുണ്ട്. അതായത് പഞ്ചായത്തിൽ ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുടിവെള്ളക്ഷാമം അത് മനഃപൂർവ്വമായിട്ട് സൃഷ്ടിച്ചെടുത്തുകൊണ്ട് അല്ലെങ്കിൽ BJP-യെ ജനങ്ങളിൽ നിന്നും അകറ്റുന്നതിന് വേണ്ടിയിട്ട് അതൊരു തന്ത്രമാക്കി മാറ്റിക്കൊണ്ട് ആ രീതിയിലുള്ള ചില നീക്കങ്ങൾ ഈ മുന്നണികളുടെയും വാട്ടർ അതോറിറ്റിയും അതിന് കുടപിടിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് പഞ്ചായത്തിൽ കൃത്യമായിട്ട് കുടിവെള്ളം എത്തിക്കാതെ BJP ജനപ്രതിനിധികൾ ഈ പലതവണ പഞ്ചായത്തിൽ യോഗങ്ങളിലൊക്കെ ആവശ്യപ്പെട്ടിട്ട് പോലും ആ നടപടികളൊന്നും സ്വീകരിക്കാതെ അങ്ങനെയുള്ള രീതികളിലൂടെ ഈ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാട്, അതുവഴി BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളൊരു നിലപാടിലേക്ക് ഈ മുന്നണികളും ഒപ്പം ജല അതോറിറ്റിയും ആ രീതിയിലുള്ള നിലപാടുകളും നടപടികളും കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ജനങ്ങളുടെ കുടിവെള്ളത്തിൽ പോലും രാഷ്ട്രീയം കലർത്തുന്ന നിലപാടുകളും നടപടികളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ BJP ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളുണ്ട്. വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആളൊക്കെ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ നമസ്തേ. എന്താണ് യഥാർത്ഥ പ്രശ്നം ഉണ്ടായതെന്ന്? ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 17-ാം തീയതി നമ്മുടെ പുതിയ പഞ്ചായത്ത് കമ്മിറ്റി അധികാരത്തിൽ വന്ന ആദ്യമായിട്ട് നമ്മൾ ഈ കുടിവെള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കോട്ടാങ്ങൽ പഞ്ചായത്തിലെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം പഞ്ചായത്ത് കമ്മിറ്റി ഇതിന് എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് നമ്മൾ 17-ാം തീയതി, അതായത് ജനുവരി 17-ാം തീയതി തന്നെ ആദ്യത്തെ കമ്മിറ്റി, ഈ കോട്ടാങ്ങൽ പഞ്ചായത്തിൻ്റെ പുതിയ ഭരണസമിതിയുടെ ആദ്യത്തെ കമ്മിറ്റി തന്നെ കൂടിയത് കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അതിനകത്ത് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പറേറ്റർമാർ എല്ലാവരെയും വിളിച്ചുകൊണ്ടാണ് നമ്മളിവിടെ പഞ്ചായത്ത് കമ്മിറ്റി കൂടിയതും. ആ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നമ്മളുടെ രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ 14 വാർഡുകളിലെയും കുടിവെള്ള പ്രശ്നങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ അധികൃതരെ നമ്മൾ അറിയിക്കുകയും ചെയ്തു. പക്ഷേ എന്നാൽ അവർ പറഞ്ഞു അത് ജലജീവൻ മിഷൻ്റെ ഭാഗത്തു നിന്ന് കൂടിയുള്ള സഹകരണം ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഇത് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 15 ദിവസത്തിന് ശേഷം 27-ാം തീയതിയാണോ 30-ാം തീയതി, ജനുവരി 30-ാം തീയതി തന്നെ രണ്ടാമത് ജലജീവൻ മിഷൻ്റെ അടൂർ ഗ്രൂപ്പുകൾ ഉള്ള ആളുകളെ കൂടി, ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി നമ്മൾ രണ്ടാമത് ഒരു കമ്മിറ്റിയും കൂടെ കൂടി. ആ കമ്മിറ്റിയിൽ വാട്ടർ അതോറിറ്റി അധികൃതർ നമ്മളോട് ആവശ്യപ്പെട്ടത് ഷെഡ്യൂൾ പ്രകാരം ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ ഒരു 10 ദിവസത്തെ ഇടവേളകളിൽ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും വെള്ളം എത്തിക്കുവാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള സഹകരണം ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നുള്ളൊരു അപേക്ഷ അവർ പറഞ്ഞു. അതിന് ജനപ്രതിനിധികളെല്ലാം രാഷ്ട്രീയ ഭേദമന്യേ അത് അംഗീകരിച്ചു. ഈ ഉദ്യോഗസ്ഥരുടെ ആവശ്യം അംഗീകരിച്ചു. അപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാം എന്നുള്ള ഒരു വാഗ്ദാനം അവർ നൽകി. പക്ഷേ അതിനുശേഷം നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കിടക്കുന്ന ഈ മെയിൻ്റനൻസ് ചെയ്യാനുള്ള വർക്കുകൾ അവർ 15 ദിവസത്തിനകം ചെയ്തു തരാമെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് നൽകിയിരുന്നു. പക്ഷേ നാളിതുവരെ ആയിട്ടും ഇപ്പോൾ 1 മാസത്തോളമായി. ഈ നാളിതുവരെ ആയിട്ടും അവരുടെ ഭാഗത്തു നിന്നും അതിനുള്ള യാതൊരു നടപടികളും ഉണ്ടായില്ല. ശരിക്കും ഈ കോട്ടാങ്ങൽ പഞ്ചായത്തിലെ ഈ ഉദ്യോഗസ്ഥരുടെ നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണ് ഇവിടുത്തെ ഈ ജലക്ഷാമത്തിന് കാരണം. അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നമ്മൾ സംസാരിക്കാൻ ചെന്നപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ധിക്കാരമായ സമീപനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ വാട്ടർ അതോറിറ്റി അധികൃതരെ കഴിഞ്ഞ ദിവസം ഉപരോധിക്കേണ്ടി വന്നത്.
ഉപരോധിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് നേരെ അവരുടെ ഭാഗത്തു നിന്ന് ആക്രമണമൊക്കെ ഉണ്ടായെന്ന് പറയുന്നു. തീർച്ചയായിട്ടും ആക്രമണം ഉണ്ടായി. നമ്മൾ അവർ എല്ലാവരുടെയും ഭാഗത്തു നിന്നല്ല, അവിടെ നിന്ന് ഉള്ള ഒരു ഡ്രൈവറുടെ ഭാഗത്തു നിന്നാണ് ആക്രമണം ഉണ്ടായത്. അതിനെ നമ്മൾ പ്രതിരോധിച്ചു. അതിനുശേഷം നമ്മൾ AEയെ ഉപരോധിച്ച് നമ്മൾ നമ്മുടെ ഇവിടുത്തെ ശുദ്ധജല പ്രശ്നത്തിലുള്ള അവരുടെ പാളിച്ചകൾ നമ്മൾ അവരുമായിട്ട് സംസാരിക്കുകയും ഇന്നലെ അവർ തിരുവല്ലയിൽ നിന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവിടെ എത്തുകയും അതിനെ വിലയിരുത്തുകയും ചെയ്തു. ഉടൻ തന്നെ അവരുടെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകുമെന്ന് നമുക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഭാഗത്തു നിന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ സമരപരിപാടി ഒരു വിജയത്തിലേക്ക് തന്നെ നീങ്ങുകയാണ്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു നല്ല രീതിയിലുള്ള ഒരു സമീപനം നമുക്ക് ഈ പഞ്ചായത്തിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിന് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അഥവാ അങ്ങനെ ഒരു സമീപനം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലൂടെ തന്നെ മുന്നോട്ട് പോകാനാണ് പാർട്ടിയുടെയും ജനപ്രതിനിധികളുടെയും തീരുമാനം. എന്തായാലും വിനോദ്, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ ആ രീതിയിൽ രൂക്ഷമായിട്ട് കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്നു. അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഏറ്റെടുത്തുകൊണ്ട് ജല അതോറിറ്റി അടക്കം ഒരു പ്രതികാര നടപടി പോലെ ഇവിടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വീകരിക്കുകയാണ്, നിലപാടുകൾ സ്വീകരിക്കുകയാണ്. എന്തായാലും അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. പ്രതിഷേധിച്ച BJP ജനപ്രതിനിധികൾക്ക് നേരെ വരെ ആക്രമണം നടത്താൻ വരെ അവർ തയ്യാറായി എന്നുള്ളതാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും പ്രതിഷേധം അത്രത്തോളം ശക്തമായിരുന്നത് കൊണ്ട് തന്നെ ആ രീതിയിൽ എന്തായാലും അതിനൊരു പരിഹാര നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇനിയും ആ ഒരു പ്രതിസന്ധി തുടരുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ഇടപെടൽ വാട്ടർ അതോറിറ്റിയുടെയും മറ്റ് മുന്നണികളുടെ അല്ലെങ്കിലൊക്കെ പഞ്ചായത്തിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് കോട്ടാങ്ങൽ പഞ്ചായത്തിലെ BJP ജനപ്രതിനിധികൾ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിരിക്കുന്നത്. വിനോദ്, വളരെ വ്യക്തമാണ് ഗോകുൽ. അവിടെ BJP ആണ് ഇപ്പോൾ ഭരണ നേതൃത്വത്തിലുള്ളത്. നിലവിൽ ആ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് ഇല്ല, വൈസ് പ്രസിഡന്റ് സ്ഥാനം BJPക്കാണുള്ളത്. അപ്പോൾ പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കാതെ വാട്ടർ അതോറിറ്റിയും എല്ലാം കൂടി ചില കളികൾ നടത്തുന്നത് കൊണ്ട് പഞ്ചായത്തിൽ ഇപ്പോൾ കുടിവെള്ളക്ഷാമം കൃത്രിമമായി രൂപപ്പെടുകയാണ്. അതിൻ്റെ എല്ലാ കുറ്റങ്ങളും BJPയുടെ തലയിൽ കെട്ടിവെക്കാനാണ് ഇടത് വലത് മുന്നണികളും SDP-യും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയും എല്ലാം ശ്രമിക്കുന്നത്. ഇത് പക്ഷേ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. കൃത്യമായി ഇതിനെ ചെറുക്കാനുള്ള പദ്ധതികൾ BJPയും ആവിഷ്കരിക്കുന്നുണ്ട്. കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പുതിയ രാഷ്ട്രീയ അന്തരീക്ഷം വിശദീകരിക്കുകയായിരുന്നു ഗോകുൽ രമേശ്.